നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവളുടെ ജാതകദോഷമാ എന്റെ ജീവൻ എടുക്കാൻ പോയത്. അതിനെന്താ സംശയം? ഞാനും അനുഭവിച്ചതല്ലേ. എന്റെ കുഞ്ഞിനെ ഇവള് നിർത്ത്. കുറെ കള്ളക്കഥകളുമായിട്ട് ഇറങ്ങിയിരിക്കുക. വന്ദന ഇല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. ആ മരച്ചിൽ ഒടിഞ്ഞു വീണപ്പോ തള്ളി മാറ്റിയത് ഈ നിൽക്കുന്ന ഹരിതയല്ല, വന്ദനയാ. അപ്പൊ വന്ദന ദാനം തന്ന ജീവനും കൊണ്ടാ വന്ദനയ്ക്കെതിരെ അച്ഛൻ സംസാരിക്കുന്നെന്ന് ഓർക്കണം. എടാ, നീ എന്തൊക്കെ പറഞ്ഞാലും ഈ വിവാഹമോ ഈ നിൽക്കുന്ന വന്ദനയോ കുറിപ്പ് അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. പിന്നെ നിങ്ങൾ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന വിരുന്നിന് ഈ വീട്ടിൽ നിന്നും ഒരാളും വരില്ല. അതുകൊണ്ട് തന്നെ ഈ ബന്ധം ഊട്ടിയുറപ്പിക്കാമെന്ന് കരുതി ആരും ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരികയും വേണ്ട. വന്നത് പോട്ടെ. അന്നത്തേക്കുള്ള അന്നത്തിന് വകയില്ലാത്ത ഈ ഇരപ്പകളോടൊക്കെ ബന്ധം കൂടാൻ ഈ കുറിപ്പ് തയ്യാറല്ല. എന്റെ അച്ഛൻ ആരോട് ഇരക്കാൻ വന്നതൊന്നുമല്ല. ഇന്ന് വരെ മാധവൻ നായരെ ഇടന്ന് ജീവിച്ചിട്ടുമില്ല. വേണ്ട മോളെ. ഇല്ല അമ്മേ, ആര് പറഞ്ഞാലും ഞാൻ സഹിക്കും. പക്ഷെ എന്റെ അച്ഛനെ പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല. കാരണം അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ട് എന്റെ അച്ഛൻ. വേണ്ട മോളെ. അച്ഛനും അമ്മയും വന്നത് നല്ലൊരു കാര്യം പറയാനും ക്ഷണിക്കാനും അല്ലേ. എന്റെ ഭാഗത്തുനിന്നോ എന്റെ മകളുടെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മറക്കണം. ഇവരെ വരാൻ അനുവദിക്കണം. പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാരും കൂടി വരണം. ഞങ്ങൾ ഇറങ്ങാം. അതെ, ഇനി അവരെ യാത്ര അയച്ചിട്ടേ വരുള്ളൂ. ഒന്ന് വന്നാട്ടെ. അച്ഛാ, എല്ലാത്തിനും മാപ്പ്. ഏയ്, അതൊന്നും സാരമില്ല മോനെ. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാം. അച്ഛാ, വിരുന്നിന് ഞങ്ങൾ എത്തിയിരിക്കും. ആ മോളെ, നീ നേരത്തെ അങ്ങ് എത്തണം കേട്ടോ. ഇല്ല, ഞാൻ വരില്ല. നരകത്തിലേക്ക് ഇനി ഞാനില്ല. ഹരിതേ, ദയവ് ചെയ്തനെ നിർബന്ധിക്കരുത്. ഹരിതേ, എന്നാ ഞങ്ങൾ ഇറങ്ങാം മോളെ. ശരി. ആ ശരി അമ്മേ. വന്ദന, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.